ടു സേ നോ. നോ പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം. ഡയർ ടു സേ നോ. കാരണം നിങ്ങൾ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ഖുർആൻ പറഞ്ഞ വാക്കതാണ്. നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ആ ഉത്തമ സമൂഹമായതുകൊണ്ട് നിങ്ങൾ ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ്. യു ആർ ലീഡേഴ്സ്. ലീഡേഴ്സ് എങ്ങനെയെങ്കിലും പോകേണ്ടവരല്ല, ഫോളോവേഴ്സിനെ പോലെ പോകേണ്ടവരല്ല. ഇപ്പം എല്ലായിടത്തും എന്താണ്, ഇങ്ങനെ ഫോൺ എടുക്കുക, ഹായ് ബ്രോ ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കുകയാണ്. അതിലൊന്നും ഞാൻ കുറ്റം പറയല്ല, ഞാൻ അതിനെ മോശമാക്കിയല്ല. കാരണം ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ മോശമാക്കിയാൽ. ഒരു കണ്ടന്റും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതായാലും നമുക്ക് അഭിമാനിക്കാം. എന്തെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയാമെന്ന് വിചാരിക്കരുത്, നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് പറയാം. അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇപ്പോൾ അജ്ബദിന് ഇവൽക്കൊക്കെ അറിയാം, ഞാൻ 56 രാജ്യത്ത് പോയിട്ടുണ്ട്. ഒരൊറ്റ രാജ്യത്ത് പോയ വീഡിയോ ഇങ്ങനെ നിങ്ങളുടെ ഞാനിപ്പോൾ ഇന്നിടത്താണെന്ന് പറഞ്ഞ ഒരൊറ്റ നിങ്ങൾ കാണൂല. ഒരു രാജ്യത്ത് പോയാൽ 56 വീഡിയോ ചെയ്യുന്ന കാലാണത്. 560 ചെയ്യണവരുണ്ട്. മനസ്സിലായോ? പക്ഷേ ഇതാ എൻ്റെ പഴയ കാല കൂട്ടുകാരനാണ്, മനോരമയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഷബീർ. എനിക്കറിയാം എന്താ വെച്ചിട്ട് നമ്മളൊരിക്കലും ഇങ്ങനെ ആയിക്കൊണ്ട് ഇന്ന പരിപാടി. പിന്നെ അൽഹിന്ദിൻ്റെ കൂടെ ഞാൻ പോയിട്ട് അൽഹിന്ദിയായിട്ട കുറേ വീഡിയോസ് ഉണ്ട്. അൽഹിന്ദ് ട്രാവൽസ് ഇട്ടത്. നമ്മൾ യൂറോപ്പിലൊക്കെ പോയപ്പോൾ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ആ ഭാഗത്തൊക്കെ പോയപ്പോൾ അവരിട്ട വീഡിയോസ് ഉണ്ടെന്നല്ലാതെ ഞാനൊരിക്കലും അവിടെ ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മേലെ കയറി ഞാനിപ്പോൾ ആ ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞിൻ്റെ മുകളിലാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ എന്നെ വാഴ്ത്തല്ല കേട്ടോ, അങ്ങനെ ഇടലൊന്നും അല്ലടോ ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയൊരു മീനുണ്ട് കൊണ്ടുവന്ന് അതിനിട്ടുങ്ങാണ്ട് കുടുംബ ഗ്രൂപ്പ് കണ്ടിടലല്ല. കാരണം കുടുംബ ഗ്രൂപ്പിൽ ഇത് കഴിക്കാൻ പറ്റാത്ത പാവം കുറേ കുട്ടികളുണ്ട്. നമുക്ക് അത്യാവശ്യപ്പെട്ടത്, ഉദാഹരണത്തിന് നമ്മൾ യാത്ര പോവുകയാണ്, അപ്പോൾ ഞാനിവിടെ ഉണ്ടാകില്ല എന്ന് അറിയിക്കാൻ, ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ പോകണതോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് അറിയിക്കാൻ വേണമെങ്കിൽ ഇടാം. അല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരു ആടൊന്നാകെ പുഴുങ്ങിയിട്ട് ഒരു അറബി കൊണ്ടെന്ന് വെച്ച് ആ ആട് ഫുള്ള് കുടുംബ ഗ്രൂപ്പ് ഇടുക. ഇവിടെ ആട് പോയിട്ട് ആമനെ തിന്നാൻ വകുപ്പില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രദർശിപ്പിക്കലല്ല, എല്ലാം നിങ്ങളടുത്ത് ടോപ്പ് കണ്ടന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിത് അങ്ങോട്ട് വന്നു, ഇപ്പം ഞാൻ സംസാരിക്കേണ്ട ആ സ്ഥലത്ത് പോയിട്ട് ഇപ്പം സംസാരിക്കുന്നത് ഡോക്ടർ ബാസിലാണ്. ദൈവനിഷേധത്തെക്കുറിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മുടെ ഗോസിപ്പുകൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതല്ല സോഷ്യൽ മീഡിയ. നമ്മൾ ആ കണ്ടന്റിലേക്ക് വളരണം. നിങ്ങൾ എന്തെങ്കിലും ഒരിക്കലും ഒരു കാർ എടുത്തല്ല, ആ കാറിന് എല്ലാ ആളുകൾ സെൽഫി എടുക്കേണ്ടത് നിങ്ങളെ ആയിരിക്കണം. ഞാനൊരു സിംബോളിക്കായിട്ട് പറയല്ല, നിങ്ങളെല്ലാവരും സെൽഫി എടുക്കണമെന്ന് പറയല്ല. നിങ്ങളെത്ര ക്വാളിറ്റിയിലേക്ക് വളരണം. ആ ക്വാളിറ്റിയിലേക്ക് വളരാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഡോക്ടറായിക്കോ, ഡോക്ടറുമായി ബന്ധപ്പെട്ട കുറേ വേർഷൻസ് ഉണ്ട്. അതിൽ MBBS, BDS, BAMS, BUMS, BHMS, BSc വെറ്റിനറി, BSc അഗ്രികൾച്ചർ, ഏത് മേഖലയിൽ, കാർഷിക ഡോക്ടറോ മൃഗ ഡോക്ടറോ ഏത് ഡോക്ടറോ നിങ്ങൾ അയക്കോ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എഞ്ചിനീയറിംഗിലേക്ക് പോ. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് IIT മുതൽ NIT മുതൽ ഇന്ത്യയിൽ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ കേരള എൻട്രൻസ് ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ പോ. അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ പോ, അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ ഡെപ്തിലേക്ക് പോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെ ഡെപ്തിലേക്ക് പോ. ഹ്യൂമാനിറ്റീസിൻ്റെ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ സോഷ്യോളജി, അതേമാതിരി തന്നെ ഈ പറയുന്ന സൈക്കോളജി, ഏത് മേഖലയ്ക്ക് നിങ്ങൾ പോയിക്കോളൂ. ഹിസ്റ്ററിയിലേക്ക് പോയിക്കോളൂ. ഹിസ്റ്ററി തന്നെ ഇപ്പോൾ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. 1525 മുതൽ 1811 വരെയുള്ള ചരിത്രമാണ് ഇപ്പോൾ വെട്ടിയാണ് മാറ്റിയത്. 300 കൊല്ലത്തെ ചരിത്രം. പിന്നെ ഏത് ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുക? ആ ചരിത്രം വെട്ടി മാറ്റിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെട്ടേണ്ടതാണ് താജ്മഹൽ. കാരണം അതുണ്ടാക്കിയത് മുഗളന്മാരാണ്. അതിൻ്റെ കൂട്ടത്തിൽ വെട്ടേണ്ടതാണ് ഇത് ഇന്ത്യയിൽ കാണുന്ന ഒട്ടുമുക്ക മോനുമെൻറ്റുകളും അതിൽ വെട്ടേണ്ടതാണ്. താജ്മഹൽ അടക്കം വെട്ടണം. ഷാജഹാനാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. അദ്ദേഹം മുഗളനായിരുന്നു. ഇപ്പം മുഗളന്മാരെന്ന് പറഞ്ഞൊരു സ്റ്റീമന്നെ ഉണ്ട് എന്ന് പറയണേ ഇല്ല. 300 കൊല്ലം ക്രോസ് ചെയ്യാണ്. അതും സ്കൂൾ തലങ്ങളിൽ. ഏതെങ്കിലും ടെക്സ്റ്റ് എന്നല്ല, അത് കുട്ടികൾ സ്കൂൾ പഠിക്കേണ്ട സാധനങ്ങൾ കട്ട് ചെയ്യാണ്. എന്തോ ആകട്ടെ, അതിനെതിരെ നിയമപരമായ പോരാട്ടങ്ങൾ നടക്കും. നമ്മളിങ്ങനെ തെരുവിലിറങ്ങിയിട്ട് കാര്യമില്ല, നിയമപരമായിട്ട് നേരിടണം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലേക്ക് പോകുമ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടാക്കണം. ഡോക്ടറാണോ, MBBS നിർത്തരുത്, PGയിലേക്ക് പോകണം. MBBS നിർത്തുന്ന ഡോക്ടർമാരായിട്ട് കാര്യമില്ല. അതിനെ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് കൊണ്ടുപോകണം. നമ്പർ 2, ഇങ്ങനെയുള്ള നെഗറ്റീവ് സെൻസിലേക്ക് പോകാതിരിക്കാൻ എന്ത് വേണം? ഇപ്പം മയക്ക് മരുന്ന് നിങ്ങളറിയാതെ അതിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ, എന്നോട് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞത്, മലപ്പുറംകാരിയാണ്. അവൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കോളേജിൽ നിന്ന് എല്ലാവരും സീനിയേഴ്സ് കുട്ടികൾ ഞങ്ങളെ ഒരു വിരുന്നിന് വിളിച്ചു. കോഫി ഷോപ്പൊക്കെ വിളിക്കണത്. ഒട്ടുമിക്ക ഇവിടെയുള്ള കോഫി ഷോപ്പല്ല കേട്ടോ, പുറത്തൊക്കെ പോയ കോഫി ഷോപ്പിനെ മിസ്റ്റീരിയസ് ഷോപ്പ് എന്ന് വിളിക്കണം.
നിഗൂഢാത്മക ഷോപ്പാണ്, വെറും നിഗൂഢതയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കി. ഒരു നോവലുണ്ട്, നിങ്ങൾ വായിക്കണത്. ഗ്രാൻഡ് ബാബിലോൺ ഹോട്ടൽ എന്നാണ് നോവലിൻ്റെ പേര്. ദ ഗ്രാൻഡ് ബാബിലോൺ ഹോട്ടൽ, ജോർജ് ബെർണാഡ് ഷോ എഴുതിയിട്ടുള്ള നോവലാണ്. ആ ഹോട്ടലിൻ്റെ എല്ലാ മൂലയിലും റെയ്ന എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അതാണ് ഹീറോയിൻ നമ്മൾ വിചാരിക്കുക. കുറേ കഴിഞ്ഞാൽ അതും വില്ലത്തിയാവും, ബസൂക്കയെ പോലെ. മനസ്സിലായോ? ലേറ്റസ്റ്റ് ബസൂക്ക. ഞാൻ സിനിമ ഒന്നും കാണലില്ല. ഹീറോ തന്നെ വില്ലനായി മാറുക. ഗെയിമൊക്കെ കണ്ട് കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാരെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോയി ചളിയിൽ ചവിട്ടുന്ന കാലൊക്കെ കാണിച്ച് അതിനെ തകർക്കാൻ വേണ്ടി വന്ന ബസൂക്ക തന്നെയാണ് അവസാനം ചളിയിൽ ചവിട്ടുന്ന ആൾ എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ്. സിനിമകൾ നമ്മളെ സ്വാധീനിക്കും. ചിലപ്പോൾ ബ്രോഡാഡി പോലെയുള്ള സിനിമകൾ നമ്മളെ സ്വാധീനിക്കും. ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്ന മകൻ അവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, അതിലൊരു കുട്ടി ജനിക്കുന്നു, കല്യാണമില്ലാതെ തിരിച്ചു വരുന്നു. ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾ അച്ഛനും, മോനായിട്ടാകട്ടെ ആളുകൾ ആദരിക്കുന്ന ഒരാളും, സിനിമയാകട്ടെ ഈ തീമിലും. അവസാനം നിങ്ങളെ മനസ്സിൽ എന്തു തോന്നും? തിരക്കടില്ലല്ലോ. നമ്മുടെ ജീവിതം ഇതൊന്നുമല്ല. സിനിമ ലൈക്ക് എന്താ പറയുക, അതൊരു തരം ഇല്യൂഷനാണ്. ഒരു തരം ഇല്യൂഷൻ, ഹലൂസിനേഷൻ എന്നൊക്കെ പറയൂലേ. അതിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ വളരെ കുറവാണ്. യാഥാർത്ഥ്യങ്ങളുള്ള സിനിമകൾ ഉണ്ടാകാം. നമ്മൾ ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. സിനിമയിലേക്ക് പോയി അതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, അതിലെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു. നമ്മൾ സ്വയമല്ല നമ്മുടെ മുഖത്ത് തേക്കുന്നത്, പകരം ആരൊക്കെയോ തേച്ചത് പരസ്യം കാണിക്കുകയാണ്. ഈ ഒട്ടുമിക്ക ആൾക്കാർ തേച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ അതില്ലാത്തത് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോട്ടോ കണ്ടാൽ മതി, ഒരിക്കലും നമ്മളേക്ക് പോവില്ല. ഞാൻ മേക്കപ്പിനെതിരെ ഭയങ്കരമായിട്ട് ഇതാക്കി മേക്കപ്പ് ഷോപ്പ് ആർക്കെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, അതിനെപ്പറ്റി എതിരെ പറയല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഇല്ലേ? ഒരു കല്യാണം വരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ എന്താ കഥ? നിങ്ങൾ കംപ്ലീറ്റ് ഫോട്ടോ എടുക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ്. എന്തന്നല്ലേ ഫുള്ള്. ഞാൻ നാളെ ഒരു ക്യാമറക്കാരനോട് ചോദിച്ചപ്പോൾ 6000 ഫോട്ടോ എടുത്തിക്കണോ എന്നു. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥയാണ് സാറേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ ഇനി നിർത്തിക്കാളെ, എന്ത് പരിപാടി അത് ഇതിങ്ങനെ. അപ്പോൾ മാരിൻ്റെ അവിടെ തൊടാൻ പറയുന്നു, നെറ്റത്ത് തൊടാൻ പറയുന്നു. എന്നിട്ട് ആ നാരി എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ അക്ഷരം നമുക്ക് മാറ്റാം. അപ്പോൾ എന്താക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ താജ്മഹൽ പോലെ പൊക്കി പിടിക്കുന്ന ഫോട്ടോ. ഇപ്പോൾ മനസ്സിലായോ? എന്താക്കുന്നു? പൊക്കി പിടിക്കുക. എന്നിട്ട് ഒരു ടോയിയെ പിടിച്ച പോലെയുള്ള ഫോട്ടോ. ഇവൻ എന്നോട് പറയാണ്, ഞാനാണ് എന്താക്കിയത്, അവർ പറഞ്ഞിട്ട് ഏൽപ്പിച്ചു. ഇവൻ എന്നോട് പറയാം, സാറേ പാവയും കഴിഞ്ഞ് മുയലും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റണില്ല എന്നാണ്. തോന്നിയ മാതിരിയൊക്കെ ആക്കുക. അതേമാതിരി ഇതൊക്കെ ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫിയിൽ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാൻ ഈ പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ ഇന്ന നെറ്റിയിൽ ചുംബിക്കൂ എന്ന് പറയേണ്ടത് ക്യാമറമാനല്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ആദ്യമായിട്ട് ആ മനുഷ്യൻ്റെ നെറ്റിയിൽ ചുംബിക്കേണ്ടത് ക്യാമറമാൻ പറയുമ്പോഴല്ല, പകരം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ ക്യാമറമാനോട് പറയാൻ പറഞ്ഞു, സോറി ഫോട്ടോ എടുത്തോളൂ, വേറുള്ളതൊന്നും വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളറിയോ, നിങ്ങൾ ഭയങ്കരമായ മേക്കപ്പൊക്കെ ഇടും. മേക്കപ്പൊക്കെ ഇട്ടിട്ട് അന്നത്തെ ളുഹർ ബാങ്ക് കൊടുക്കുന്നു, അസർ ബാങ്ക് കൊടുക്കുന്നു, ഇവൻ മഗ്രിബ് കൊടുക്കുന്നു. ഒന്നും നിസ്കരിക്കാതെ കുട്ടികളുണ്ടാവും. ജീവിതത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നൊരു ദിവസമാണ് മനുഷ്യൻ്റെ വിവാഹ ദിവസം. ദൈവത്തോട് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കേണ്ടുന്ന ദിവസം കൂടിയാണ്. നിങ്ങൾ ഈ ക്രിസ്ത്യൻസിൻ്റെ കല്യാണം കണ്ടിട്ടില്ലേ? ഞാൻ പോയിട്ടുണ്ട് കുറേ കൂട്ടുകാരുടെ കല്യാണത്തിനൊക്കെ. മുറ്റത്ത് നിന്നിട്ടാണ് നമ്മൾ പോകേണ്ടി വരുമല്ലോ. അവർ പള്ളിക്കകത്ത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സുന്ദരമായിട്ട് ചെയ്യുന്നു. ഞാൻ ഹൈന്ദവരൊക്കെ തിങ്ങി താമസിക്കുന്ന സ്ഥലത്താണ്. പാഴിയോട്ട് മനയും പാക്കത്ത് മനയും നാലപ്പാട്ടും എല്ലാം നമ്മുടെ നാട്ടിലാണ്. ആഴ്വാഞ്ചേരി മനയൊക്കെ നമ്മുടെ നാട്ടിലാണ്. ചന്ദനക്കാവിൻ്റെയും ചേർലാലയുടെയും ഭാഗത്താണ്. അവിടേക്കുള്ള കുട്ടികൾ പുതിയെണ്ണ ഇറങ്ങുമ്പോൾ നിറപറയും നെൽക്കതിരും ദീപങ്ങളും എന്താ പറയുക കതിർമണ്ഡപങ്ങളും മുഹൂർത്തങ്ങളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. IB-യിലാണ് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ്. ആ സഹോദരൻ്റെ പുതിയെണ്ണ് വന്ന് രണ്ടാളും കൂടി കയറാൻ സമയത്ത് അവനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നമുക്കിത് കഴിഞ്ഞിട്ട് പോരണല്ലോ, ഇത് എപ്പോഴകത്തേക്ക് കയറലെന്ന് തമാശ ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞ മുഹൂർത്തം 12 മണിക്ക് അല്ലെങ്കിൽ 11:45. ആ സമയത്ത് അവർ കാലെടുത്ത് വെക്കൂ. നമ്മൾ JCB-യിൽ പുതിയാപ്പിള പോവാം. എന്നിട്ടോ എന്താ കഥ? പുതിയെണ്ണിനെ അവിടെ ഇറക്കുക, എന്നിട്ട് പാട്ട് പാടിയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, വൾഗറായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് കൊണ്ടുവരിക. എന്തൊക്കെയായി നടക്കുന്നത്? അതിനെതിരെ ഡയർ ടു സേ നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം. നോ എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. അപ്പോഴേ നിങ്ങളൊരു പെൺകുട്ടിയാകുന്നുള്ളൂ, ഒരു ലീഡറായ പെൺകുട്ടിയാകുന്നുള്ളൂ. അല്ലാതെ എല്ലാറ്റിനും തുള്ളി നിന്ന് കൊടുക്കലല്ല.
ആ ഗഡ്സ് നിങ്ങൾ കാണിക്കണം. ഞാൻ പറഞ്ഞത് വിപ്ലവം ഉണ്ടാക്കാനല്ല, വലിയ വലിയ വിപത്തുകൾ ഉണ്ടാക്കാനല്ല, പക്ഷേ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ ലൈഫ് എന്ന്. നോ പറയാനാണ് പണി, യെസ് പറയാൻ വലിയ പണിയില്ല കേട്ടോ. മനസ്സിലായോ? നിങ്ങൾക്ക് മെസ്സേജ് വന്നു, നീ ഇന്ന് ഇന്ന ഷോപ്പിലേക്ക് വരുമോ, പിന്നെ കോഫി ഷോപ്പിലേക്ക്, യെസ് എന്ന് പറയാൻ വലിയ മടിയൊന്നുമില്ല, പണിയില്ല. പക്ഷെ അവിടെ നോ എന്ന് പറയാൻ 1000 കുതിരശക്തി നിങ്ങൾക്കുണ്ടാകണം. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ മറുപടി നോ എന്ന് പറയലാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉയർത്തലാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വിദ്യാർത്ഥിനികളോടാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ ഈ കെടുതിയിലേക്ക്, മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ നിങ്ങൾക്ക്? എത്രത്താളെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ആദ്യം ഉപയോഗിക്കുന്ന സ്റ്റേജിൻ്റെ പേര് ഒന്ന് ശ്രദ്ധിക്കണേ, ടോളറൻസ് എന്നാണ്. എന്താ ടോളറൻസ്? നിങ്ങൾ ചെറുതായിട്ട് ഉപയോഗിച്ച് തുടങ്ങും, പിന്നെ അതിൻ്റെ മേലേക്ക് കയറും. രണ്ടാമത്തത് സാലിയൻസ് എന്നാണ്. എന്താ സാലിയൻസ്? ടീൻ്റെ അവിടെ സാലിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറലാണ്. മൂന്നാമത്തത് എന്താണെന്നറിയോ? മൂന്നാമത്തത് ടോളറൻസും സാലിയൻസും കഴിഞ്ഞാൽ പിന്നെ വിഡ്രോവൽ സിൻഡ്രോമാണ്. ഞാൻ സൈക്കോളജി അപ്പങ്ങളോട് പറഞ്ഞു, വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പിന്മാറിയാൽ പിന്നെ ആരെങ്കിലും കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്യക്ക് പോകേണ്ടി വരും. അതാണ് വിഡ്രോവൽ സിൻഡ്രോം. അവസാനത്തത് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്നതാണ്. ആത്മഹത്യ ചെയ്യാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയാണ്. ഓരോ വർഷത്തിലും 1000കണക്കിന് കുട്ടികളാണ് മയക്കുമരുന്നും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊക്കെ യൂറോപ്പിൽ മുമ്പേ നടന്ന സാധനം ക്ലീശയായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഭീമാകാരമായ കച്ചവടമുണ്ട്. ആ കച്ചവട തന്ത്രങ്ങൾ നിങ്ങൾ അറിയണം. അവർക്ക് വേണ്ടത് ലക്ഷക്കണക്കിന് കോടികളാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരും കരുവാക്കാണ്. നിങ്ങൾ പാവം, നിങ്ങളതിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ടോട്ടൽ കുട്ടികളെ കുറിച്ചാണ്. ആ കുട്ടികൾ അങ്ങനെ പോകുന്നുവെങ്കിൽ അവരെ പിന്മാറ്റേണ്ടുന്ന ഉത്തരവാദിത്തം, ആ ലീഡർഷിപ്പ് നിങ്ങൾക്കുള്ളതാണ്. ആ ലീഡർഷിപ്പ് നിങ്ങൾക്കാണ്. ഒരു കുട്ടിയെങ്കിലും പോയാൽ നിങ്ങൾ നേരത്തെ, ഈ ബാംഗ്ലൂരിലെ കുട്ടി പറയാണ്, ആ കുട്ടി മലപ്പുറം ജില്ലയിൽ നിന്ന് കയറിയ കുട്ടിയാണ്. ട്രെയിനിൽ നിന്ന് പാവം മാതാപിതാക്കൾ കയറ്റി വിട്ടതാണ്. അഡ്മിഷൻ എടുത്ത് അവിടെ കോഴ്സൊക്കെ ചെയ്ത് ആ കുട്ടി ആദ്യത്തെ ദിവസം തന്നെ കുട്ടികളൊക്കെ പാടെ കൊണ്ടുപോയി ഒരു കോഫി ഷോപ്പിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഐസ്ക്രീമൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളറിയോ, ഞാനൊരു സിറ്റിനെ പറയല്ല, പല സിറ്റികളിലും ഇങ്ങനെയാണ്. ഐസ്ക്രീമുകൾ നേരത്തെ തയ്യാറാക്കി വെക്കുന്നു, എന്നിട്ട് വരുമ്പോൾ തന്നെ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് നമുക്കത് തരുന്നു. ദാറ്റ് ഈസ് ഇൻട്രോ. ആ ഇൻട്രോ ഭക്ഷണത്തിലേക്കുള്ള ഇൻട്രോ അല്ല, നിങ്ങളുടെ ജീവിതം തകർക്കാനുള്ള ഇൻട്രോ ആണ്. നിങ്ങൾ വിചാരിക്കും നമ്മളെ ക്ലാസ്സിലെ കുട്ടികളല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞാൻ ഇതിനെ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ സിനിമ മുഴുവനായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പണ്ട് കാലത്ത് ജോണി വാക്കർ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. അതിൽ ഈ ഇൻട്രോ കാണിക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. കുട്ടി കോളേജിൽ വരുന്നതും ഫസ്റ്റ് ഇൻട്രോക്ക് വേണ്ടി കൊണ്ടുപോകുന്നതും ഐസ്ക്രീമിൽ ഇതിട്ട് കൊടുത്തിട്ട് കുടിപ്പിക്കുന്നതും ആ കുട്ടി പിന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നതും അന്നതിൽ കാണിച്ച രംഗങ്ങൾ കേരളത്തിൽ തനിയാവർത്തനം പോലെ നടക്കുകയാണ്. തനിയാവർത്തനം പോലെ കോളേജിൽ പോകുന്ന കുട്ടികൾ അറിയാതെ പെട്ടുപോവാണ്. എന്തിലൊക്കെ പെട്ടുപോകുന്നത്? ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു കൂട്ടുകാരിക്ക്, നിങ്ങളുടെ മെയിൻ കൂട്ടുകാരിയല്ല, ആ കൂട്ടുകാരിക്ക് ഈ മാഫിയനായിട്ട് ബന്ധമുണ്ടാവും. അവള് സൈലന്റ് കരിയർ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. സൈലന്റ് കരിയർ ഞാൻ ഈ കൗൺസിലിങ്ങിൽ മനസ്സിലാക്കിയ സൈലന്റ് കരിയർ ഉണ്ട്, ഡയറക്റ്റ് കരിയേഴ്സ് ഉണ്ട്. എന്താ സൈലന്റ് കരിയേഴ്സ്? ആ ആള് ഇതിൽ ഉണ്ട് എന്നറിയില്ല, ഇവരായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനേ പറ്റൂല. കാരണം സൈലന്റ് കരിയറാണ്. കാരണം ആ ആൾക്കുണ്ട് ബന്ധപ്പെടുത്തി കൊടുക്കേണ്ട അത്യാവശ്യമുള്ളൂ. അങ്ങനെ ബന്ധപ്പെടുത്തി കൊടുക്കുന്നു. ഈ കുട്ടി ഐസ്ക്രീം കഴിക്കുന്നു. ഐസ്ക്രീം കഴിച്ച പാടെ തല വല്ലാണ്ട് മിന്നുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകുന്നു. ആ ഐസ്ക്രീമിന് വേണ്ടി പിന്നെയും ആ ഷോപ്പിൽ തന്നെ വരുന്നു. അതിൽ കാണിക്കുന്നുണ്ട്, ആ പെൺകുട്ടി വരുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഐസ്ക്രീം എനിക്ക് വേണ്ട, ഞാൻ ഇന്നലെ കഴിച്ച ഐസ്ക്രീം മതി എന്ന്. അത് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത് പണ്ടൊക്കെ ബാംഗ്ലൂരിലോ കൽക്കട്ടയിലോ ബോംബെയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലേക്കും അതിൻ്റെ കുത്തൊഴുക്ക് വന്നിരിക്കുക. നിങ്ങൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട്, നല്ല ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ, നിങ്ങളൊക്കെ നല്ല നല്ല ഫ്രണ്ട്സ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ നെഗറ്റീവ് പറയല്ല. പക്ഷേ നിങ്ങൾ ഈ ചതിക്കുഴിയിൽ പെടാതെ നോക്കണം. എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്ന് നോക്കണം, അല്ലെങ്കിൽ അതിലേക്ക് പോകാതെ നോക്കണം. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഇവരെ കഞ്ചാവ് മിഠായി വിതരണം ചെയ്യുന്ന ഒരു കാലത്ത്, പെൺകുട്ടികൾ ഹൈലി ഇമോഷണൽ ആണെന്നും അങ്ങനെ തകർക്കാൻ പറ്റുമെന്നും തോന്നുന്ന ഒരു കാലത്ത്, ആൺകുട്ടികളായ ആളുകൾ ഒരിക്കലും അവരെ പ്രത്യക്ഷത്തിൽ ഇതൊന്നും പറയില്ല. ആൺകുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, വളരെ ശ്രദ്ധിക്കണേ. എന്താണെന്നറിയോ? ഒരേ സ്ഥലത്തിരിക്കും, ഏതെങ്കിലും ഒരു ബെഞ്ചുമ്മൽ അല്ലെങ്കിൽ പോസ്റ്റ്, അവിടെ ഇരുന്നുകൊണ്ട് ഹായ് 4 ആക്ക് വിടും. മനസ്സിലായോ?
എത്ര ആൾക്ക് വിടും? 4 ആൾക്ക്. ഇപ്പം അതിൻ്റെ എണ്ണൊക്കെ കൂടിയിരിക്കണം, 12 കഴിക്കണം. എന്നിട്ട് ആരാണ് കൊത്തുന്നത് നോക്കും. അപ്പോഴാണ് നിങ്ങളെ ഹായ് അങ്ങോട്ട് ചെല്ലുക. ഇവള് കൊത്തിയിരിക്കണം, മനസ്സിലായോ? പിന്നെ ഇങ്ങനെ വിടും. എന്നിട്ട് അവനെ ആദ്യമാക്കണം. ഞാൻ ഇപ്പോൾ ഈ അടുത്തിടെ കൗൺസിലിങ്ങിന് മനസ്സിലാക്കിയ ഒരു കാര്യം അത്. നമ്മൾ ഇതൊക്കെ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല, സൈക്കോളജിയുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. നമ്മൾ സോഷ്യൽ റീഡിങ്ങിന് മനസ്സിലാക്കണതാ. ആ കുട്ടി പിന്നെ പറയാണ്, എൻ്റെ മൂത്താപ്പ മിനിയാന്ന് മരിച്ചു. ഓഹോ, എന്നിട്ട് എന്തായി? വല്ലാത്ത ദുഃഖം. മൂത്താപ്പ മരിച്ചു, ചിലപ്പോൾ 4ാമത്തെ വട്ടമായിരിക്കും കൊല്ലണത്. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ ഉപ്പക്കും അസുഖമാണെന്നാണ് പറയുന്നത്. അങ്ങനെ സിമ്പതി, ആ സിമ്പതി കുടുങ്ങാൻ 1 നമ്പർ ആൾക്കാർ നിങ്ങൾ പെൺകുട്ടികളാണ്. പാവല്ലേ, വാപ്പാക്ക് ക്യാൻസർ തുടങ്ങിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പൈസ അയച്ചു കൊടുത്ത പെൺകുട്ടികൾ വരെ ഉണ്ട്. അവസാനം ആകെ പ്രശ്നമായി പെരി പോയി നോക്കുമ്പോൾ വാപ്പാക്ക് ക്യാൻസറേ തുടങ്ങിയിട്ടില്ല. ഒരു പെൺകുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ? അവളിങ്ങനെ നല്ല മൊഞ്ചുള്ള ഒരാൾ, കാസർഗോട്ടുകാരൻ പയ്യന് ഹായ് എന്ന്. ഈ കാസർഗോഡ് പോയിട്ട് പലരും കുടുങ്ങുന്നുണ്ട്. ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കി, ഞാൻ കാസർഗോഡിനെ മോശമാക്കല്ലോ കേട്ടോ. ഹായ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നു. ആ മൊഞ്ചനെ കണ്ടപ്പോൾ ഉള്ളൊന്ന് അയച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലേ, മൊഞ്ച് വലിയൊരു മൊഞ്ച് തന്നെയാണല്ലോ. ഏതായിരുന്നാലും അയച്ചു കൊടുത്ത്, ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് ഇവള് പിന്നെ ലെവല് വിട്ട്. വേറൊന്നും പറയുന്നില്ല. അവസാനം ഇവൻ കാണാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ മെലിഞ്ഞുണങ്ങിയ ഒന്നിനും പറ്റാത്തൊരു പയ്യൻ. ആകെ പേടിച്ച് ഇടങ്ങാറായി. കാരണം ആ പയ്യനല്ലല്ലോ ഈ പയ്യൻ. അപ്പം ഇവൻ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ട് എന്താക്കിയതാണ്, ചാറ്റ് തുടങ്ങിയതാണ്. അതും കൂടി മനസ്സിലാക്കാനുള്ള പോത്തീസമില്ലാത്ത ആളുകളാണ് ആര്? നമ്മൾ. എന്നിട്ട് ഞാൻ ആ പയ്യനെ കൗൺസിലിംഗ് നടത്തി. പയ്യനാകട്ടെ ഒരു ഹൈന്ദവ പയ്യനാണ്. ഞാൻ ആരെയും കറുപ്പ് മെലിപ്പ് എന്ന് പറയല്ല. ഈ കുട്ടിയാകട്ടെ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ഈ കുട്ടി നല്ല ഭംഗിയുണ്ട്, ഒരു കാസർഗോട്ടുകാരി പെൺകുട്ടിയാണ്. ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു, മോളെ ഇവനെ പ്രണയിക്കാൻ നിനക്ക് എന്താ ഒരു കാരണം? ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിനെ പ്രണയിക്കാൻ പല രീതിയുണ്ട്. നിങ്ങൾക്ക് എല്ലാം കൂടി പഠിപ്പിച്ചു തരണില്ല, എന്നാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു പോവാ. അതിൽ ഒന്നെന്താന്ന് പറഞ്ഞാൽ സിമ്പത്തറ്റിക് ലവാണ്. സിമ്പത്തറ്റിക്, ഒരാളോട് സിമ്പതി തോന്നുക. ഒരാൾ കാല് കൊക്കിങ്ങാണ്ടാണെങ്കിൽ അവൻ കാല് കൊക്കിക്കൊണ്ടായത് എന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതിന് നമ്മളിങ്ങനെ പിന്നാലെ കൂടിയിട്ട് അവസാനം അങ്ങനെ കുറേ ഇടങ്ങാറാകുന്ന ആൾക്കാരുണ്ടാവും ജീവിതത്തിൽ. അങ്ങനെ എത്ര കാല് കൊക്കിയവരുണ്ടാവാം. എല്ലാവരും പിന്നാലെ നമ്മൾ കാല് കൊക്കിയവരെ നിങ്ങളെ മാത്രമേ ഞങ്ങൾ കല്യാണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അവരുടെ കാല് അതിന് ഡിഫറെൻ്റ്ലി ഏബിൾ എന്നാണ് പറയുക. അത് കാല് കൊക്കിയെന്ന് പറയാനേ പാടില്ല. അവർ ഡിഫറെൻ്റായിട്ട് ഏബിളായ ആൾക്കാരാണ്, ഭയങ്കര ശക്തന്മാരാണ് അവർ. നിങ്ങൾക്കല്ലേ ഈ സിമ്പതി തോന്നുന്നത്? ചില ആൾക്കാർ കുടുംബത്തിലെ കാര്യം പറഞ്ഞിട്ട് സിമ്പതിയിലേക്ക് കയറും. സിമ്പത്തറ്റിക് ലവ് ആണ് ഫസ്റ്റ് തുടങ്ങുക. പിന്നെ 3-4 കാരണങ്ങളും കൂടിയുണ്ട്. അതിപ്പോൾ അതിൻ്റെ ലെക്ചറിങ് അല്ലത്, അത് വേറെ സമയത്ത് നമുക്ക് ക്യാമ്പിൽ എവിടെയെങ്കിലുമൊക്കെ പറയാം. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ സിമ്പത്തറ്റിക് ലവ് നിങ്ങൾ തുടങ്ങുന്നു. എന്നിട്ട് ഈ പയ്യൻ പാവാണ്, അതാണ് ഇതാണ്. പക്ഷെ ആ ലവ് ഇങ്ങനെ കയറി അതിൻ്റെ കെമിസ്ട്രി എല്ലാം കയറുമ്പോൾ അവനെപ്പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ നാട്ടിൽ അറിയപ്പെടുന്ന കഞ്ചാവ് വിൽപ്പനക്കാരനാണെന്ന് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളുടെ ഈ ഇമോഷൻ താഴുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വാപ്പ വന്നിട്ട് പറയണം, മോളെ ഞാൻ അന്വേഷിച്ച് നോക്കി. ഒറിജിനലായിരിക്കും വാപ്പ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഒറിജിനൽ വാപ്പ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. ഉണ്ടാക്കി പറയാണ് നിങ്ങൾ പറയാ. അങ്ങനെ ദുരന്തത്തിലായ 1000കണക്കിന് കുട്ടികളുണ്ട് ഈ കേരളത്തിൽ. കാരണം ഇവരുടെ പരിപാടി വെറും ഒരു പണിയുമില്ലല്ലോ. ചിലപ്പോൾ നമ്പർ മാറ്റി വിളിക്കുക, ഹലോ ആ ശുക്കൂറല്ലേ എന്ന് ചോദിക്കുക. അല്ലല്ലോ, അത് ശുക്കൂർ നമ്പർ അല്ലല്ലോ. ഞാൻ ശുക്കൂറാന്ന് വിചാരിച്ച് വിളിച്ചതാണ് എന്ന് പറയാം. അപ്പോൾ ശുക്കൂറല്ല എന്ന് പറഞ്ഞ് നിങ്ങളായി. പിന്നെ എന്താക്കുകയാണ്, ശുക്കൂർ എന്നാണ് പിന്നെയും വിളിക്കുക. 2-3 നിങ്ങൾ കുറേ കാലമായാലും ഇങ്ങനെ വിളിക്കണം ശുക്കൂർ. അല്ല, ഈ നമ്പർ പണ്ടേ ശുക്കൂറിൻ്റെതായിരുന്നു. അപ്പോൾ അതാണോ എന്ന് അറിയാൻ വേണ്ടി താത്തൻ്റെ വീട് എവിടാ? അടുത്ത ചോദ്യം അതാണ്. അപ്പോൾ പിന്നെ വീട് അറിഞ്ഞു കൊടുക്കണത്, അങ്ങനെ ആക്കണം. ചുരുക്കി പറഞ്ഞ ശുക്കൂറിനെ ചോദിച്ച് വിളിച്ച് അവസാനം അവർ ചാക്കിറായി മാറി. ഇങ്ങനെ ഇത്ര ബലഹീനമാണോ നമ്മൾ? നിങ്ങൾ പെൺകുട്ടികളെ ഇത്ര ബലഹീനമാണോ? നിങ്ങൾ പറ. അല്ല, ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും പറയാന്ന് വിചാരിക്കരുത്. പക്ഷെ പെൺകുട്ടികൾ എത്ര ശക്തമാണ്. തൻ്റെ സ്കൂളിലേക്ക് ഓടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ഷൂ ഇല്ലാത്തതിൻ്റെ പേരിൽ, ഈ കാണുന്ന നമ്മൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പറയുന്നതിൻ്റെ ഷൂ ഇല്ലാത്തതിൻ്റെ പേരിൽ, സ്കെച്ചേഴ്സിൻ്റെ അല്ല, സ്പോർട്സ് ഷൂവിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന അഡിഡാസിൻ്റെ ഷൂ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ പെൺകുട്ടി സ്റ്റേറ്റ് മത്സരത്തിലേക്ക് ഓടാൻ പോയത് അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത സാധാരണ ഒരു ഷൂവും കൊണ്ടാണ്. സാധാരണ ഒരു ഷൂ. ആ ഷൂവും കൊണ്ട് പോകുന്ന സമയത്ത് അവൾ അതിൽ എഴുതി വെച്ചു, സ്കെച്ച് പേന കൊണ്ട് എന്തെഴുതി വെച്ചത്? അഡിഡാസ് എന്ന്. കാരണം അത് അഡിഡാസിൻ്റെ 300 രൂപേൻ്റെ ഷൂ ആണ്. എന്നിട്ട് 3000 രൂപയ്ക്ക് കിട്ടുന്ന അഡിഡാസിൻ്റെ പേര് എഴുതി വെച്ചത് അഡിഡാസ്. അങ്ങനെയാ സ്റ്റേറ്റിലേക്ക് ഓടാൻ പോയത്. ആ കുട്ടി പറയുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഓടാൻ പോയത് എങ്ങോട്ടാണെന്നറിയോ? ഇന്തോനേഷ്യയിലേക്ക്, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അങ്ങനെ പിന്നെ ഫിൻലാൻഡിലേക്ക് 59 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ ഓടിത്തീർത്ത ആദ്യത്തെ സ്പീഡുള്ള ഇന്ത്യക്കാരിയായി ഈ പെൺകുട്ടി മാറി. സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് അഡിഡാസ് കമ്പനി അവളുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന്. അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രൗണ്ടിലൂടെ ഓടി കരഞ്ഞുകൊണ്ട്, ആ സമയത്ത് ഓടിയിട്ട് കരയുന്നത് കണ്ടപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു, അഡിഡാസ് കമ്പനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന്. ഞാൻ അന്ന് സ്റ്റേറ്റ് ലെവലിൽ ഓടാൻ പോകുമ്പോൾ അഡിഡാസിന്റെ ഷൂ ഇടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അതേ അഡിഡാസ് കമ്പനിയാണ് ഇപ്പം ഈ വന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാതെ സന്തോഷമുണ്ട് എന്ന്. പക്ഷെ അന്ന് അഡിഡാസ് കമ്പനി ഒരു കാര്യം തീരുമാനിച്ചു. ആദ്യമായി അവരൊരു പെൺകുട്ടിയുടെ പേരിൽ ഷൂ ഇറക്കി ലോകത്തിന്റെ മുമ്പിൽ. ആ ഷൂവിന്റെ പേര് ഹിമാദാസ് എന്നായിരുന്നു. അത് ഈ പെൺകുട്ടിയുടെ പേരാണ്. അഡിഡാസ് ഇറക്കിയ ഷൂവിന്റെ പേരാണ് ഹിമാദാസ്. അത്ര കരുത്തുള്ളവരാ പെൺകുട്ടികൾ. ഷൂ ഇടാൻ കരുത്തില്ലാത്തിടത്തുനിന്ന് കമ്പനിയെ വരുത്തിച്ചിട്ട് തൻ്റെ പേരിൽ ഷൂ ഇറക്കിപ്പിച്ച പെൺകുട്ടിയുടെ കാലത്ത് അത്രയും ശക്തന്മാരായ പെൺകുട്ടികൾ എന്തിനാണ് ഈ ബലഹീനമായ കാര്യത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്നത്? ഞാൻ ആൺകുട്ടികളുടെ ഭാഗത്താണ്, കാരണം ഞാനൊരു ആൺകുട്ടിയാണ്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് ചായാൻ പാടില്ല. നിങ്ങൾ ശക്തരായി നിന്നു കൊടുക്കാൻ പറ്റണം. ആ മൂല്യബോധം നമുക്കുണ്ടാകണം. ആ മൂല്യബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കലും അങ്ങനെ മയക്കുമരുന്നിലേക്കോ പ്രണയത്തിലേക്കോ വകമഞ്ഞു പോകുന്ന ആളുകളായി നമ്മൾ മാറരുത്. ഇനി അഥവാ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, അഥവാ നിങ്ങൾ മെഡിസിനോ മറ്റോ പഠിക്കുമ്പോൾ MBBS ഫസ്റ്റ് ഇയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ആണെന്ന് വിചാരിക്കുക. അവിടെ ഒരു PG ഒരു കുട്ടിയെ നിങ്ങൾ കണ്ട് അവൻ്റെ കൂടെ നിങ്ങൾ ഒരിക്കലും ഐസ്ക്രീം കഴിക്കാൻ പോയില്ല. അവൻ്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടൊരു ഇഷ്ടം നിങ്ങൾക്ക് തോന്നിയെന്ന് വെക്ക്. ഇഷ്ടം തോന്നി. ആ ഇഷ്ടം തോന്നിയതിനെ ഉടനെ വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു സ്വാഭാവിക മാരേജായിട്ട് കലാശിക്കും. അല്ലാതെ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയി അവൻ്റെ കൂടെ ഇങ്ങോട്ട് പോയി എന്നല്ല. പേഴ്സണാലിറ്റി കൊണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ദൂരത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രണയം തോന്നാം. പക്ഷെ അതിനെ പ്രണയത്തിൻ്റെ ചാബല്യത്തിലേക്ക് പോകാതെ വീട്ടിൽ അവതരിപ്പിച്ചാൽ വീട്ടുകാർ കല്യാണം ആലോചിച്ച് അതിനെ നടപ്പിലാക്കി തരും. അതിനുള്ള വിവേകമൊക്കെ ഇപ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും അപക്വമായ രീതിയിലൂടെ സഞ്ചരിച്ച് അബദ്ധജടിലമായ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി പിന്നെ വാപ്പാനോട് എനിക്ക് അവനെ തന്നെ കെട്ടണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു പിതാവും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് മാന്യമായ രീതിയിലായിരിക്കണം പഠിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പോകേണ്ടത്. അവസാനിപ്പിക്കുന്നതിന് പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നു കൂടിയുണ്ട്. അതെന്താണ്? എക്സ്ട്രീം ലിബറലിസമാണ്. ആ ലിബറലിസം വന്ന് അവസാനം നിങ്ങൾ എത്തീസത്തിലേക്ക് കൊണ്ടുപോകുന്നു. എത്തീസ്റ്റുകളായ ആളുകൾ നിങ്ങളെ ഇട്ടിട്ട് ഇങ്ങനെ കശക്കുന്നു. നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ഈ ദീന് എന്ന് പറഞ്ഞാൽ എത്തീസ്റ്റുകൾക്ക് അടിയറവ് പറയേണ്ടതല്ല. കാരണം ഇത് തുടങ്ങി വെച്ചത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലം മുതലാണ്. നമ്മളും പറഞ്ഞ് അവസാനം 1400 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 1400 കൊല്ലം മുമ്പ് ദ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ദ ലാസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് പ്രോഫറ്റ് ഹുഡ് എന്നതാണ്. പ്രവാചകത്വത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദ ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് പ്രോഫറ്റ്ഹുഡ്, പ്രവാചകത്വത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ്. അല്ലാതെ പ്രവാചകത്വത്തിന്റെ ആദ്യത്തെ പ്രവാചകനല്ല, അന്ത്യപ്രവാചകനാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള ധീരമായ നിലപാടുകളുണ്ടല്ലോ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനിലേക്ക് നമ്മൾ മടങ്ങലാണ്. ആ ഖുർആന്റെ അചഞ്ചലമായ ലോകത്തിലൂടെ കടന്നു പോകലാണ്. ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ആ അചഞ്ചലമായ ലോകത്തിൽ നിങ്ങളോട് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കും. നിങ്ങളോട് ഏതെങ്കിലും LP സ്കൂളിൽ ഒരു അധ്യാപകൻ എന്നിട്ട് സയൻസ് പറയാമെന്ന് വിചാരിക്കുക. ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. LP സ്കൂളിലെ അധ്യാപകൻ നിന്നിട്ട് അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടർ നിന്നിട്ട് പറയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നറിയോ? ലോകത്തിൽ എത്തീസത്തിലേക്ക് പോയ ലോകത്തിലെ മഹാരഥന്മാരായ ആളുകളുണ്ട്. അവർ പിന്നീട് തിരിച്ചു വന്നവരുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് കിട്ടും സെർച്ച് ചെയ്താൽ. US നിന്ന് എത്തീസ്റ്റായിട്ട് തിരിച്ചു വന്നവർ, UK നിന്ന് എത്തീസ്റ്റായിട്ട് തിരിച്ചു വന്നവർ, ഓസ്ട്രേലിയയിൽ നിന്ന് എത്തീസ്റ്റായി തിരിച്ചു വന്നവർ. ഈ തിരിച്ചു വന്നവരുടെ സ്പീച്ചാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അവർ പിന്നെ വിശ്വാസികളായ സ്പീച്ചാണ് നിങ്ങൾ കേൾക്കേണ്ടത്. LP സ്കൂൾ അധ്യാപകൻ സയൻസ് പറഞ്ഞ് നിങ്ങളെ പൊട്ടിക്കുമ്പോൾ അത്ര ദീനിയല്ലാതെ നടന്നൊരു മുസൽമാനാണെങ്കിൽ പോലും ദീനിയായിട്ട് നടന്ന ആളല്ലേ APJ അബ്ദുൽ കലാം. ഈ ലോകം മുഴുവൻ ഉദാത്തമായ രീതിയിൽ നിൽക്കുന്നിടത്ത് ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ സയൻസ് പോലും അബദ്ധമാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേര് കൂടിയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, ടെക്നിക്കൽ സയൻറ്റിസ്റ്റ്. അതുകൊണ്ട് സയൻസിൻ്റെ ലോകത്തിനെയാണ് എന്താക്കേണ്ടത് നമ്മൾ പഠിക്കുന്നതെങ്കിൽ. സയൻസ് പരമായി ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി സയൻസിലൂടെ തന്നെ പഠിക്കാൻ നമുക്ക് പറ്റണം.
അതിന് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. ദീനിലേക്ക് നമ്മൾ തിരിയണം. ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയണം. ഈ പറയുന്ന ലോകത്തിലേക്ക്, എത്തീസത്തിൻ്റെ ലോകത്തിലേക്ക്. അവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ് എന്ന്. അപ്പം നിങ്ങൾ കേട്ട് ഇങ്ങനെയൊക്കെ പറയും പോലെ തന്നെ എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹിനെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ആര് ചോദിക്കും? അപ്പം നിങ്ങളെന്താ മറുപടി പറയാ? ഞങ്ങൾക്കറിയില്ല. എടാ, ഈ സൃഷ്ടാവിനെ സൃഷ്ടിച്ച ഒരാളുണ്ടെങ്കിൽ ആ ആൾ പിന്നെ സൃഷ്ടാവുമോ? അത് സൃഷ്ടിയാവൂലേ? ചില ചോദ്യങ്ങൾ ഈ ലോകത്തിൽ ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ചോദ്യങ്ങളും ചോദ്യമല്ല, ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ്. എന്താ ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ്? എന്താ ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ്? ശ്രദ്ധിക്കുന്നുണ്ടോ? അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ പറയണം ഇബ്രാഹിം. ശരി, ഇബ്രാഹിമിൻ്റെ ഭർത്താവിൻ്റെ പേരെന്താണ്? നിങ്ങൾ പറയും എന്താണ്? എടാ, ഭർത്താവിന് പിന്നെ ഭർത്താവില്ലാന്ന്. അതൊരു കോമൺ ഫിലോസഫി അല്ലേ? ഇത് ചെറിയ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളൊരു കാര്യം ചോദിക്കൂ. അതായത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അമ്മയാണ്. സോണിയാഗാന്ധി എന്ന് പറയുന്നത് പിന്നെ സോണിയാഗാന്ധിയുടെ ഭർത്താവാണ് രാജീവ് ഗാന്ധി എങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഭർത്താവ് ആരാണ്? അങ്ങനെ ലോകത്തിലൊരു ചോദ്യം ഉണ്ടോ? ചില ചോദ്യങ്ങളേ ഇല്ല. എന്നിട്ടും ചോദിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ മേപ്പിട്ട് നോക്കുകയാണ്. എടാ, സൃഷ്ടാവിനെ സൃഷ്ടിച്ചവൻ ഉണ്ടാകില്ല. അപ്പം സൃഷ്ടാവ് തന്നെ എന്തായി മാറും? നിങ്ങളെന്താ പറയാത്തത്? അല്ല എല്ലാറ്റിനെയും സൃഷ്ടിച്ചുവെങ്കിൽ അതുപോലെ സമ്മതിക്കണ്ടല്ലോ. അള്ളാനെ സൃഷ്ടിച്ചത് ആരാണെന്നുള്ള ചോദ്യം ഇറ്റ് ഈസ് എ ബ്ലണ്ടർ ക്വസ്റ്റ്യൻ. കാരണം സൃഷ്ടാവിനെ സൃഷ്ടിച്ചവൻ ഉണ്ടാകില്ല. കാരണം അവൻ സൃഷ്ടാവാണ്. അപ്പൊ സൃഷ്ടാവിനെ സൃഷ്ടിച്ചവൻ ഉണ്ടാകണമെങ്കിൽ ഇയാൾ സൃഷ്ടാവല്ല, പിന്നെ ആരാണ്? സൃഷ്ടിയാണ്. പടച്ചോൻ സൃഷ്ടിയല്ല എന്ന് പോലും പറയുന്നു. അപ്പൊ പിന്നെ സൃഷ്ടാവിനെ ഈ കാണുന്ന ടൈമും സ്പേസും പുറത്താകണമെന്ന് പറയുന്നു. ടൈമും സ്പേസും കാർ ഓഫായി കഴിഞ്ഞാൽ, കാർ ഓഫായിട്ട് ടൈമും സ്പേസിനെ പറ്റി പറയാം. കാർ ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളണമെന്നുണ്ടെങ്കിൽ എനർജി പുറത്തുനിന്ന് വരണ്ടേ? നിങ്ങൾ കാറിൻ്റെ സീറ്റിലിരുന്നിട്ട് എന്നറിഞ്ഞ് ഉന്തിയാൽ കാറ് പോവുമോ? നിങ്ങൾ പറയാം. സിമ്പിൾ ലോജിക്കാണ് ഞാൻ ചോദിക്കുന്നത്. കാറ് ഫുള്ള് ഓഫായി, എന്നിട്ട് ഓഫായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റയറിംഗ് ഒക്കെ വെച്ചിട്ട് കയറുക. എന്നിട്ട് നിങ്ങളെന്നെ ഇങ്ങനെ ഉന്തുക, പുറത്തേക്ക് കാല് പോലും ഇറക്കാതെ ആ കാർ എവിടേക്കെങ്കിലും പോവോ? പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലെ സൃഷ്ടാവല്ല സൃഷ്ടാവ്, പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തെ സൃഷ്ടാവാണ് സൃഷ്ടാവ്. അപ്പൊ ടൈമും സ്പേസും എന്ന് പറയുന്ന ഈ വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന, അതിനെ പുഷ് ചെയ്യുന്ന, അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജി വേണമെന്ന് സയൻസ് പറയുന്നു. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പറയുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ പ്രപഞ്ചം മുന്നോട്ട് പോകില്ലെന്ന് അവർ പറയുന്നു. ആ എക്സ്റ്റേണൽ ഫോഴ്സിന് സയൻസ് പറയുമ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ഗ്രേറ്റ് അല്ലാഹ് എന്ന്. അത് അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയാൻ നമുക്ക് പറ്റണം. പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്ന, നക്ഷത്രങ്ങളെ മുഴുവൻ കൊണ്ടു നടക്കുന്ന, അങ്ങനെയാണ്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മലക്കുകൾ ഇവിടുന്ന് ഭയങ്കരമായിട്ട് റൂഹ് പിടിക്കുന്നു. ബോംബെയിലും പിടിക്കുന്നു, ലണ്ടനിലും പിടിക്കുന്നു, അമേരിക്കയിലും പിടിക്കുന്നു. ജേൺ യൂണിവേഴ്സിറ്റി എന്നൊരു കുട്ടി എന്നോട് ചോദിച്ചതാണ്, സാറേ എല്ലായിടത്തുനിന്നും പിടിക്കുകയാണെങ്കിൽ ഈ അസ്രായേൽ എന്ന് പറഞ്ഞ ആളൊരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണോ എന്ന് ചോദിച്ചു. സത്യത്തിൽ നിങ്ങളെ മറുപടി എന്താ മറുപടി? നിങ്ങൾ ചോദിക്കും നമുക്കറിയില്ല എന്ന് പറയും. അസ്രായേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാന്ന് കൂട്ടിക്കോ. ലൈറ്റിന്റെ വേഗത എത്രയാ? വേഗം പറ, ലൈറ്റിന്റെ വേഗത എത്ര? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പെർ സെക്കൻഡ് 3 ലക്ഷം കിലോമീറ്റർ. ടോട്ടൽ ഭൂമിയുടെ വ്യാസം എത്ര? വേഗം പറ. മൊത്തം ഭൂമി ലീനാർ സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നടുക്കിൽ നിന്നാണ് പ്രകാശം തുടങ്ങുക. നടുക്കുന്ന് ഇങ്ങനെ പ്രകാശം ഭൂമിയിൽ വ്യാപിക്കാൻ ആകെ 1 സെക്കൻഡിന്റെ 1/3 മതി. കാരണം 3 ലക്ഷം കിലോമീറ്റർ ടോട്ടൽ ഭൂമി ഇല്ലാന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ പ്രകാശം കൊണ്ട് ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു, പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച സാധനങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മോൻ പറഞ്ഞു ഉണ്ട്. ഭൂമിയിൽ ഉണ്ടോ? അല്ലേ? ഉണ്ട്. അപ്പൊ പ്രകാശത്തിന്റെ വേഗത എത്ര? 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ ലീനാർ സ്റ്റൈലിലേക്ക് പോയാൽ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈലിലേക്ക് പോയാൽ, ഭൂമിയുടെ നടുക്കുന്ന് ഇങ്ങനെ സഞ്ചരിച്ചാൽ 1 സെക്കൻഡ് പോലും വേണ്ട അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭൂമിയിൽ മൊത്തം എത്താനെന്ന ലോജിക്കൽ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതൊരു പ്രകാശമാണ്. ആ പ്രകാശം 1 സെക്കൻഡിൽ 3 ലക്ഷം സഞ്ചരിക്കുന്നു. 3 ലക്ഷം കിലോമീറ്റർ ടോട്ടൽ സഞ്ചരിക്കേണ്ട. അമേരിക്ക ഇവിടുന്ന് ലണ്ടൻക്കാകെ 11 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് 9 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഇവിടുന്ന് US - 14 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ആ 14 മണിക്കൂറിന് മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ എത്തുന്നതിൻ്റെ പേരാണ് പ്രകാശം. അതുകൊണ്ട് അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൽക്കാലം പോകാൻ എന്തിൻ്റെ ആവശ്യമില്ല? നിങ്ങളെന്താ പറയാത്തത്? ലോജിക്കലി നമ്മൾ പോകണം.
ലോജിക്കലി നമ്മൾ പോകണം. പടച്ചോൻക്കെല്ലാം മുൻകൂട്ടി അറിയാമെങ്കിൽ പടച്ചോനെല്ലാം മുൻകൂട്ടി അറിയോ? അവർ ചോദിക്കുകയാണ്, നിങ്ങൾ പറയണം അറിയുമെന്ന്. അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ മേപ്പെട്ട് നോക്കുകയാണ്. എങ്ങനെ ഇവിടെ നിന്നൊരു ഒച്ചു, ഞാൻ പറഞ്ഞ തന്നെ പറയണം, എന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറയാം. ഇവിടെ നിന്നൊരു ഒച്ചു പുറപ്പെട്ടു, അവിടെ എത്തി. 20 മണിക്കൂറായി അവിടെ എത്താൻ. 20 മണിക്കൂറാവും ആ ചുമരിലെത്താൻ, ഉറപ്പ്. ഇവിടുന്ന് 20 മണിക്കൂറായി അവിടെ എത്താൻ, അവിടുന്ന് 20 മണിക്കൂർ അവിടെ എത്താൻ. 20 മണിക്കൂർ കഴിഞ്ഞെത്തുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരെന്താ? ഫ്യൂച്ചർ ആണോ അല്ലേ? 20 മണിക്കൂർ കഴിഞ്ഞാൽ എത്തൂ. ആ നടുക്കെത്തി, അതിൻ്റെ പേരെന്താ? പ്രസന്റ്. ഇവിടെ നിന്ന് പോയി, അതിൻ്റെ പേരെന്താ? പാസ്റ്റ്. എന്നാൽ ഇവിടെ നിന്ന് നോക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം കളെന്താ പറയാത്തത്? ഇവിടെ നിന്ന് നോക്കുന്ന നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ പാസ്റ്റും പ്രസന്റാണ്, അതിൻ്റെ പ്രസന്റും പ്രസന്റാണ്, അതിൻ്റെ ഫ്യൂച്ചറും പ്രസന്റാണ്. പ്രപഞ്ചത്തെ മൊത്തം കാണുന്ന അള്ളാഹ്ക്ക് പാസ്റ്റും പ്രസന്റാണ്, പ്രസന്റും പ്രസന്റാണ്, ഫ്യൂച്ചറും പ്രസന്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് തെളിവുകളിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ. ഇപ്പൊ ഈ കാണുന്ന മൊത്തം ഭൂമിയെ ഇവിടെ നിന്ന് തിരുവനന്തപുരം കാണാൻ അപ്പം നമുക്ക് പറ്റൂല. പക്ഷെ ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പൊന്തിയ തിരുവനന്തപുരം എപ്പോൾ കാണാന്ന് മനസ്സിലായ? ആകാശത്തേക്ക് പൊന്തിയാൽ അതിൻ്റെ അറ്റം ഇപ്പം കാണാൻ പറ്റും. പക്ഷേ ട്രെയിനിൽ പോകുന്ന ആൾക്ക് തിരുവനന്തപുരം കുറേ കഴിഞ്ഞിട്ടേ കാണാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ടോട്ടൽ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ സെക്കൻഡിൽ കാണുന്ന അള്ളാഹു ത്രികാലജ്ഞനാണ്. ആ ത്രികാലജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെയും അറിയുന്നവനാണ്. നാളെ ഒരാളും നിങ്ങളോട് ചോദിക്കരുത് അള്ളാഹു നാളത്തെ കാര്യം അറിയുമോ എന്ന്. പ്രപഞ്ചത്തിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്ക് പ്രപഞ്ചത്തെ ഒറ്റ നിമിഷം കാണാൻ പറ്റുന്നത് പോലെ സമയവും സ്പേസും ഒന്നായി കാണാൻ പറ്റുന്നവനാണ് അള്ളാഹ്. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് വ്യാപിക്കാൻ പ്രകാശത്തിന് സാധിക്കുമെന്ന് ശാസ്ത്രം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ പോകുന്നതിൻ്റെ പേരാണ് എന്ത്? അസ്രായിൽ. ഇങ്ങനെ വിശദീകരിച്ച് ഹൈലി ഇൻ്റലക്ച്വൽ ദീനുള്ള കുട്ടികളായി നിങ്ങൾ ഓരോരുത്തരും മാറണം. നമ്മളെ ദൗത്യം വേറൊന്നാണ്, ഈ സമൂഹത്തിൻ്റെ വേദനകൾ അറിയലാണ്. അവസാനിപ്പിക്കുന്നു. നമുക്ക് മുസൽമാനെന്നോ ഹൈന്ദവനെന്നോ ക്രിസ്ത്യനെന്നോ ഒരു വാക്കും നമുക്കില്ല. നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ സഹായിക്കൽ, കണ്ണീരൊപ്പൽ എല്ലാ മനുഷ്യരുടേതുമാണ്. ഒരിക്കലും നമ്മൾ സെഗ്മെന്റൈസ് ചെയ്യില്ല. എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് നമ്മൾ തിരഞ്ഞു നോക്കില്ല. 800 കോടി ജനങ്ങളെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവൻ്റെ പേരാണ് മുസൽമാൻ എന്നുകൂടി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ മൊത്തത്തിൽ വർഗീയപരമായ ഒരു ചിന്താഗതിയോ ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല. ഈ ഇരിക്കുന്ന ഒരു കുട്ടിക്കും ഭാവിയിൽ വർഗീയപരമായ ഒരു ചിന്താഗതിയും ഉണ്ടാകരുത്. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, വാല്യൂസോടെ മുന്നോട്ട് പോവുക, ദീനിയായി മുന്നോട്ട് പോവുക, ഹൈലി ഇൻ്റലക്ച്വൽ ആവുക, കോഴ്സിൽ ഏറ്റവും ടോപ്പ് ആവുക, വീടിൽ ഏറ്റവും മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാവുക, സമൂഹത്തിൻ്റെ വേദനയെ പുണരുന്ന കുട്ടികളാവുക. അങ്ങനെ സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയുന്നൊരു തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. അങ്ങനെ സാറേ ഞങ്ങൾ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി പഠിക്കുകയും സമൂഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവുകയും അവരുടെ കണ്ണുനീരൊക്കെ ഒപ്പുകയും ഒരു വടക്കിലേക്കും അല്ലെങ്കിൽ ഏത് MDMA ആകട്ടെ LSD ആകട്ടെ മറ്റുള്ള ഒന്നിലേക്കും ഞങ്ങളില്ലെന്നും അകാരണമായി ഏതെങ്കിലും രീതിയിലുള്ള പ്രണയത്തിൻ്റെ അബദ്ധജടിലമായ യാത്രയിലേക്ക് ഞങ്ങളില്ലെന്നും അങ്ങനെ ഏറ്റവും നല്ല ലീഡേഴ്സായി സോഷ്യൽ റിഫോമേഴ്സായി ഞങ്ങളുണ്ടാകും. പിതാവിനും മാതാവിനും കണ്ണിലുണ്ണിയായ മകളായി സമൂഹത്തിൽ ഒരുപാട് ഇടപാടുകളിൽ ഇടപെട്ടുന്ന ആളുകളായി ഞങ്ങളുണ്ടാകും. വിദ്യാഭ്യാസത്തിൻ്റെ മൂർധന്യതയിലേക്ക് പോകുന്ന ആളുകളായി ഞങ്ങളുണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന കുട്ടികളൊന്നും എഴുന്നേറ്റട്ടെ. ഈ ക്യാമ്പിനെ സാക്ഷിയാക്കി ഈ മക്കൾ മൊത്തത്തിൽ നിയ്യത്ത് വെക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൈയെടുത്താട്ടെ മക്കളെ. എല്ലാവർക്കും ഈ പോലെ നമുക്കൊന്ന് വിശ്വാസത്തിലൂന്നി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ പോയി കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോയി സമൂഹത്തിൻ്റെ വേദനകളിലേക്ക് എല്ലാം എത്തി നോക്കി അതിൻ്റെ പരിഹാരം കണ്ട് നല്ല ലീഡേഴ്സായി പോകാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. Have a nice day, all of you. Aim the sky. You can reach on the top of the tree. If you aim the tree, you can lay on the earth. ആകാശ ലക്ഷ്യമാക്കുക. മരത്തിൻ്റെ മുകളിലെങ്കിലും നിങ്ങളെത്തും. മരത്തിൻ്റെ മുകളിൽ ലക്ഷ്യമാക്കല്ലേ, താഴെ തന്നെ കിടക്കേണ്ടി വരും. Aim the sky. രണ്ടും നമുക്ക് ലക്ഷ്യം അതാണ്. ദുനിയാവിൽ വളരാനും എയിം ദ സ്കൈ, ആൻഡ് അബ്സല്യൂട്ട്ലി നമ്മൾ ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കണം എയിം ദ സ്കൈ. ആകാശത്തിനും അപ്പുറത്തുള്ള തമ്പുരാനിലേക്കുള്ള ഒരു ജൈത്രയാത്രയിലാണ് നമ്മൾ. അതുകൊണ്ട് ആ ജൈത്രയാത്രയിൽ എങ്ങോട്ടും തിരിയാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.